ചവിട്ടിയ ആ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, പഴവർഗ്ഗമുണ്ടല്ലോ പോലീസുകാരാ, തൻ്റെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാൻ ചില കോർപ്പറേറ്റ് ഭീമന്മാരുണ്ടാകും. പക്ഷേ ഇവന്റെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ താനൊക്കെ ചവിട്ടിയിട്ട് നിലത്തിട്ട ആ പഴവർഗ്ഗങ്ങൾ വിറ്റിട്ട് അതിൽ നിന്നും കിട്ടിയ തുച്ഛമായ ലാഭം കൊണ്ട് വേണം അവരുടെയൊക്കെ വീടുകളിലേക്ക് ഇതുപോലെയുള്ള പഴവർഗ്ഗങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട്. റോഡും പൊതുസ്ഥലവും കയ്യേറിയിട്ട് ചില കോർപ്പറേറ്റ് ഭീമന്മാർ കെട്ടിപ്പൊക്കിയിട്ടുള്ള മണിമാളികകളിൽ പൊടിപൊടിച്ച കച്ചവടങ്ങൾ നടക്കാറുണ്ട്. ആ കച്ചവടത്തിന്റെ ഒരു പങ്ക് ഉദ്യോഗസ്ഥ ലോബികളിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഒരു കാക്കിക്കുപ്പായക്കാരനും നിങ്ങളുടെ കെട്ടിടം റോഡിലാണ് അഥവാ പൊതുസ്ഥലത്താണ്, അതിനെ പൊളിച്ചു മാറ്റണമെന്ന് പറയാറില്ല. കാരണം ശമ്പളത്തിന് പുറമെ കിമ്പളം കിട്ടുമ്പോൾ അതൊരു രസമല്ലേ. മറിച്ച് അവരോട് പറയാത്ത ചില കാര്യങ്ങൾ പാവപ്പെട്ട തെരുവ് കച്ചവടക്കാരോട് കാക്കിക്കുപ്പായക്കാർ പറയുന്നത് നമ്മള് പുതുമയോടുകൂടിയൊന്നുമല്ല കാണുന്നത്. ഇത് എപ്പോഴുമുള്ള കാഴ്ചയാണ്. ലോക്ക്ഡൗൺ ആണ് സാറന്മാരെ, തെരുവ് കച്ചവടം നിയമവിരുദ്ധമാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് നൽകുന്ന പരിഗണനകളിൽ നിന്ന് ഒരു 10% മാത്രം ഈ തെരുവ് കച്ചവടക്കാർക്ക് നൽകിയാൽ മതി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കോവിഡ് കാലമായതുകൊണ്ട് തെരുവ് കച്ചവടക്കാരുടെ അന്നം മുട്ടി നിൽക്കുകയാണ്. പാവപ്പെട്ടവന്റെ വീടിനകത്ത് നിന്നുകൊണ്ട് അന്നത്തിന് വേണ്ടിയിട്ടുള്ള നിലവിളികൾ കേട്ടു തുടങ്ങിയപ്പോഴാണ് ചില സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് ചില അരിഭക്ഷണങ്ങൾ അത്തരം വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. കണ്ണൂരിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാനുള്ളത്. കണ്ണൂർ മാർക്കറ്റിൽ 50 വയസ്സുകാരനായ ഷാജി ചില ആളുകളിൽ നിന്ന് കോവിഡ് പ്രതിസന്ധി ആയതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ആയിട്ട് കുറച്ച് പണം സ്വരൂപിച്ചിട്ട് കുറച്ച് പഴവർഗ്ഗങ്ങൾ അഥവാ ഫ്രൂട്ട്സ് തെരുവിൽ കച്ചവടം ചെയ്തിരുന്നു. പരിഗണനയുടെ ഭാഷയിൽ പോലീസുകാർക്ക് പറയാമായിരുന്നു, ഷാജി ഇന്ന് ചെയ്തത് ചെയ്തു, നാളെ കാണാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന്. പക്ഷേ പോലീസുകാർ വന്ന് ചെയ്തത് എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ണു തുറന്ന് കാണാൻ വേണ്ടി സാധിക്കും. ചവിട്ടിയ ആ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, പഴവർഗ്ഗമുണ്ടല്ലോ പോലീസുകാരാ, തൻ്റെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാൻ ചില കോർപ്പറേറ്റ് ഭീമന്മാരുണ്ടാകും. പക്ഷേ ഇവന്റെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ താനൊക്കെ ചവിട്ടിയിട്ട് നിലത്തിട്ട ആ പഴവർഗ്ഗങ്ങൾ വിറ്റിട്ട് അതിൽ നിന്നും കിട്ടിയ തുച്ഛമായ ലാഭം കൊണ്ട് വേണം അവരുടെയൊക്കെ വീടുകളിലേക്ക് ഇതുപോലെയുള്ള പഴവർഗ്ഗങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട്. തെമ്മാടിത്തരം കാണിക്കരുത്. കാക്കിയുടുപ്പ് അന്തസ്സിനായിരിക്കണം. അത് ഇതുപോലെ ജനാധിപത്യ വിരുദ്ധമായി എന്ന് ഞാൻ പറയാൻ, ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങളാണ്, പൊതുജനങ്ങളാണ്. ആ പൊതുജനങ്ങളുടെ ആവശ്യം ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്നിടത്താണ് ജനാധിപത്യം സംരക്ഷിക്കപ്പെടാറുള്ളത്. ചിലയിടങ്ങളിൽ നിയമത്തിന് ചില പരിമിതികൾ നൽകേണ്ടതുണ്ട്, പരിഗണനകൾ നൽകേണ്ടതുണ്ട്. അത്തരം പരിഗണനകൾ ഇവിടെ ലഭ്യമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് കാക്കിയുടുപ്പിട്ട പോലീസുകാരെ നിങ്ങളോട് ഇങ്ങനെയൊരു വാക്ക് പറയാൻ ഞങ്ങൾ മുതിർന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.